വീട്ടിലിങ്ങനെ ചൊറിയും കുത്തിയിരിക്കണോണ്ട് ചേട്ടനിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ പണി തരാൻ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കാറ് കഴുകിയിടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എമർജൻസി ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശരി കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാറ് കയറ്റണോ വേണ്ടിയെന്ന് വിചാരിച്ചു. ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും കൂടി എനിക്ക് വണ്ടി എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടില്ല കേട്ടോ. ചേട്ടൻ പറയും വണ്ടിയാകുമ്പോൾ തട്ടുമുട്ടൊക്കെ ചെയ്യും, നീ ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയും. പക്ഷേ എനിക്ക് വലിയ ധൈര്യമില്ല. വണ്ടി തട്ടുമുട്ടുമായിരിക്കും, പക്ഷേ ഉള്ളിലുള്ള ആൾക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ പാവല്ലേ എൻ്റെ കുട്ടി. അങ്ങനെ ഞാൻ മോളി ഞെരുക്കി റോട്ടിലേക്ക് കയറ്റിയിട്ടു. അതായത് മുറ്റത്ത് കിടന്നിരുന്ന വണ്ടീനെ ഞാൻ റോട്ടിലേക്ക് കയറ്റിയിട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ വഴി കുറച്ച് വളച്ചൊടിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മണിമാമനെ വിളിച്ചു. ആളെനിക്ക് കയറ്റിയിട്ടാന്ന് കേട്ടോ. നോക്കുമ്പോൾ കാർ വാഷ് ചെയ്യാനുള്ള ഷാമ്പൂ ഇല്ല. അപ്പം ഞങ്ങളിത് ഈ കുട്ടേട്ടൻ്റെ കടയിൽ പോയി ഷാമ്പൂ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പരിപാടി തുടങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഋതുമോളാണെങ്കിൽ പൂരത്തിന് അന്നത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അതായത് ലേറ്റസ്റ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇത് നാശാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞപ്പോൾ ഇത് അടുത്ത് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ തന്നെ ഇടാറുണ്ട്. ചില സമയത്ത് കുറച്ചങ്ങോട്ട് സ്നേഹം കൂടുതൽ വരുമ്പോൾ അമ്മ ഇട്ടെന്നാൽ മതി എന്ന് പറയും. അല്ലാത്തപ്പോൾ അവൾ തന്നെ ഇടും കേട്ടോ. അമ്പടി കള്ളി വീടിൻ്റെ മുറ്റത്തിട്ടിട്ട് തന്നെയായിട്ട് കഴുകാറില്ല. പക്ഷെ അമ്മ കളം മെഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ ആകെ ചെളിപിളി ആവുമല്ലോ, അത് നാശാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കിടാന്ന് വിചാരിച്ചത്. അപ്പോൾ പൈപ്പ് ഞങ്ങളിത് കഴുകാനായിട്ട് ആ മതിലിൻ്റെ മേലെ കൂടി ഇങ്ങോട്ട് ഇടാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇത് ഓൺ ഓഫ് ആക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ബോട്ടിൽ കിടന്നത് അതിൽ വളച്ചൊടിച്ച് വെക്കാണ്. അങ്ങനെ ഞാനതിനെ വളച്ചൊടിച്ച് വെച്ചു. അച്ഛമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തി തരട്ടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറ് കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ രഥം കൂടി ഒന്ന് കഴുകിയാലോ എന്ന്. കുറച്ച് നാളായി ഇവൻ പൊടി പിടിച്ചിരുന്ന് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇവനെയും കുളിപ്പിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഋതുവൊന്നും മുങ്ങിയിട്ടോ. അപ്പുറത്ത് മണിമാവിൻ്റെ വീട്ടിൽ അപ്പു ഉറങ്ങുന്നുണ്ടാവും. ഞാൻ അവനെ എണീപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നു കേട്ടോ. പിന്നെ ഇതാ വീണ്ടും ഞാൻ സ്കൂട്ടി കഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷാമ്പൂ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇവൻ കുറച്ച് നാളായി കുളിച്ചിട്ട്. അപ്പോൾ അവനെ കുളിപ്പിക്കാം. എവിടെ ആളെ കാണാലല്ലോ. അമ്മ എന്നെ സ്കൂട്ടി കഴുകാൻ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അടഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ദേവദൂതൻ്റെ പോലെ വന്നതാണ് ഈ ബട്ടർഫ്ലൈ. ഇപ്പോൾ പറക്കൂട്ടോ. ഓടി രക്ഷപ്പെട്ടു.